ഞാനൊരു കുട്ടനാട്ടുകാരനാണെന്ന് ആദ്യമേ പറഞ്ഞു. അതേ കുട്ടനാട്ടുകാരനാണ് ഉമ്മൻ ഡേവിഡ് സാറും. ഞങ്ങളെ ഇപ്പോൾ ഒരു കുട്ടനാട്ടുകാരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഓരോ നെഹ്റു ട്രോഫി നേടുക എന്നുള്ളത്. പണ്ടൊക്കെ ഈ വള്ളംകളി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഉത്സവമാണ്. കാര്യം ഓരോ കരക്കാരും ഈ ഓണത്തിന്റെ സമയത്ത് വള്ളംകളി നടത്തുമ്പോഴാണ് ഒത്തൊരുമിച്ച്, അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നടത്തുന്നതാണ് ഈ വള്ളംകളി. ആ കരയ്ക്ക് വേണ്ടിയിട്ട് ആ വള്ളം ജയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ നെഹ്റു ട്രോഫി ഉണ്ട്. ഞങ്ങളുടെ ചുണ്ടൻ പുണ്യാളൻ നിറണം ചുണ്ടൻ നിറണം കരയുടേതാണ്. ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. കോട്ടയത്തിന്റെ കരുത്തന്മാരായ KTBC കുമരകം ടൗൺ ബോട്ട് ക്ലബുമായിട്ടാണ് ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ കപ്പ് നേടണം എന്നുള്ള ആഗ്രഹത്തില് എന്റെ പ്രിയ സുഹൃത്ത് റെന്നി പറഞ്ഞ ആ ആവേശം കടമെടുത്തുകൊണ്ട് തന്നെ പറയുകയായിരുന്നു. നെഹ്റു ട്രോഫിയാണ് എല്ലാവരുടെയും ലക്ഷ്യം. കാരണം അതൊരു വലിയൊരു തിളക്കമാർന്ന ഒരു വിജയമാണ്. ഞാനിവിടെ എന്റെ കുട്ടനാട് ഫൗണ്ടേഷൻ എന്നൊരു കുട്ടനാട്ടുകാരെ എല്ലാം ചേർത്തൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയായിരുന്നു. ആ ഫൗണ്ടേഷന്റെ 2ാമത്തെ ആനിവേഴ്സറിയുടെ സമയത്ത് ഞങ്ങളെടുത്ത ഒരു തീരുമാനമായിരുന്നു നെഹ്റു ട്രോഫി മുംബൈയിൽ ആദ്യമായിട്ട് കൊണ്ടുവരിക എന്നത്. ഞങ്ങളൊരു ചുണ്ടൻ വള്ളം പണിതു. ഗബ്രിയേൽ ചുണ്ടൻ ആദ്യത്തെ വർഷം തന്നെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടുകൊണ്ട് ആ വെള്ളി തിളക്കമാർന്ന നെഹ്റു ട്രോഫി ഞങ്ങൾ മുംബൈയിൽ എത്തിച്ചു. അത് കുട്ടനാടുകാരനെന്നും ആവേശമാണ്. വള്ളവും വെള്ളവും, വെള്ളവും വള്ളവും. അതെനിക്ക് ഓക്കെ. ഞങ്ങളത് തിരിച്ചു പറയും. വെള്ളവും വള്ളവും എന്ന് പറഞ്ഞപ്പോ ഓക്കെ. വള്ളവും വെള്ളവും ഇങ്ങനെ വന്നു. അപ്പോഴാണ് ഇപ്പൊ ആ പാട്ട് പാടാനുള്ള മൂഡ്. ആർപ്പോ എന്ന് നീട്ടി വിളിച്ചേ. ആർപ്പോ ഇതിലും ലെങ്തി ആയിട്ട് ആർക്ക് വിളിക്കാൻ പറ്റും? ആർപ്പോ അടിപൊളി, സൂപ്പർ. ഇതൊരു വികാരമാണല്ലേ. നമ്മുടെ നാടിന്റെ സംസ്കാരം, നമ്മുടെ നാടിന്റെ സ്വത്തും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിലിടുന്ന പ്രവാസിയുടെ ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, പല ഇടങ്ങളിലും പോകാറുണ്ട്. നമ്മുടെ നാടിന്റെ സ്വത്വവും നമ്മുടെ സംസ്കാരവും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാസികൾ ഇങ്ങനെ അഭിമാനത്തോടെ തലയോടുപ്പോടെ നിൽക്കുമ്പോൾ നിങ്ങളെ കൂടെ ഇരിക്കാനാണ് എനിക്ക് ഏറെ സന്തോഷം. ഇത് നിങ്ങൾ മാത്രം ഏറ്റവും വലിയ നമ്മുടെ ആഘോഷം, ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എന്ത് ആഘോഷമാണെങ്കിലും നമ്മൾ നാട്ടിലൊക്കെ ഒരു പരുവത്തിന് ആഘോഷിച്ച് അങ്ങ് പോകും, നീ അങ്ങ് പോകും. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. പ്രവാസികൾ അത് ദിവസങ്ങളോളം എടുത്തിട്ട് അത്തപ്പൂക്കളം ഇടുന്നു, സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സ്ത്രീകൾ വന്ന് തിരുവാര കളിക്കുന്നു, പാടുന്നു, ആടുന്നു, എല്ലാവരും പങ്കെടുക്കുന്നു. അപ്പൊ അത് പ്രവാസിയുടെ ഒരു വികാരമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോ ഇങ്ങനെ ഇപ്പൊ ഉമ്മൻ സാറ് എന്നെ തുഴയെടുത്ത് ഇറങ്ങും പോകും. അപ്പൊ ഒരുപറ്റം മനുഷ്യരോടൊപ്പമാണ്, അതായത് പച്ചയായ മനുഷ്യരോടൊപ്പം. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നേടുമ്പോഴും കൂട്ടത്തിലുള്ള സഹജീവിയെ ചേർത്ത് പിടിക്കാനും അവന് വേണ്ടുന്നത് കൊടുക്കാനും. ഇപ്പൊ ട്രെയിൻ ഗേറ്റ് വിടാൻ നിൽക്കുന്നു, കല്യാണം നടത്തിക്കാൻ നിൽക്കുന്നു, അവന്റെ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ നിൽക്കുന്നു. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ കാര്യങ്ങൾ നേടുക, പ്രൊഫഷണൽ നേർക്ക് പോവാം. പക്ഷെ അതൊന്നും അല്ല. താൻ പോകുമ്പോൾ തന്നോടൊപ്പം ഉള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ആ മനസ്സുള്ള നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യന് പറയാം. അങ്ങനെ ഒരുപറ്റം മനുഷ്യ സ്നേഹികളോടൊപ്പം നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷം തോന്നുമ്പോൾ കുട്ടനാടൻ പാട്ടല്ല, ഒരു വള്ളപ്പാട്ട് തന്നെ പാടാം. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ചെമ്മാനം പൂക്കണല്ലോ, തെങ്കാറ്റു വീശണല്ലോ, ചെമ്മാനം കാറ്റു വീശണല്ലോ, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. മഹാനഗരത്തിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അംചി മുംബൈ. എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritweni Hair Elixir for Women. Azia Builders, building beyond blue.